നമസ്കാരം, ഗ്രേപ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എംപ്ലോയീസിനോട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയി നോട്ടീസ് ബോർഡുകൾ ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ അത് നമ്മുടെ അറ്റൻഡൻസ് പഞ്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് എംപ്ലോയീസിന് ശ്രദ്ധയിൽ വരാൻ വേണ്ടി ആ നോട്ടീസ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവുക. ചില നോട്ടീസ് ബോർഡുകളൊക്കെ കൃത്യം ഒരു പർട്ടിക്കുലർ ഡേ വരെ അറിയിക്കേണ്ട വിശേഷങ്ങളായിരിക്കാം. ചിലത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കിടന്നാലും പ്രശ്നമില്ല. പക്ഷെ പലപ്പോഴും നോട്ടീസ് ബോർഡ് അവിടെ പതിക്കുന്നതിന് ശേഷം പിന്നെ കൃത്യമായ ഡേറ്റിലെടുത്ത് മാറ്റാൻ മറന്നു പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. സോ നമുക്ക് ഗ്രേപ്സിൽ ഡിജിറ്റൽ HR നോട്ടീസ് ബോർഡുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മൾട്ടിപർപ്പസ് QR കോഡ് റീഡർ നമ്മുടെ MyHRM ആപ്പിലുള്ള കാര്യവും പറഞ്ഞിരുന്നു. ആ റീഡറിൻ്റെ 2 ഉപയോഗങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, നമുക്കത് ലോഗിൻ സ്ക്രീനിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കാം. 2, അറ്റൻഡൻസ് ഉപയോഗിക്കാം. മൂന്നാമതൊരു ഉപയോഗം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ഈ ഡിജിറ്റൽ നോട്ടീസ് ബോർഡിൻ്റെ ആ ഡിജിറ്റൽ ബോർഡ് കോൺഫിഗർ ചെയ്യാനും ഇതേ QR കോഡ് സ്കാനർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആ നോട്ടീസ് ബോർഡിലേക്ക് സ്വാഭാവികമായും അതാത് ദിവസങ്ങളിലെ ഇൻഫർമേഷൻസ് HR ഹെഡിന് MyHRM മൊബൈൽ ആപ്പിൽ കൂടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഏത് ദിവസം വരെ അവിടെ വിസിബിൾ ആയിരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാനും അത് ഹൊറിസോണ്ടലായിട്ട് സ്ക്രോൾ ചെയ്യണോ വെർട്ടിക്കലായിട്ട് സ്ക്രോൾ ചെയ്യണോ എന്നൊക്കെ അവിടെ കൊടുക്കാൻ പറ്റും. ഈ ഫംഗ്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ HR മാനേജറാണ് നിങ്ങളെങ്കിൽ MyHRM ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിലായിട്ട് കാണുന്ന മെനു ലിസ്റ്റിൽ 2ാമത്തെ റോയിൽ ഫസ്റ്റ് കോളത്തിൽ നോട്ടീസ് ബോർഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്താൽ ആ നോട്ടീസ് ബോർഡിൽ നിന്ന് വരേണ്ട കണ്ടൻറ്റുകൾ അവിടെ ടൈപ്പ് ചെയ്യാനും അത് ഏത് ഡേറ്റ് വരെ, ഇന്ന് മാത്രം കാണേണ്ടതാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ്, ഈ ഒരു മാസം മുഴുവൻ കാണേണ്ടതാണെങ്കിൽ ഈ മന്ത് എൻഡ് ഡേറ്റ് അവിടെ ചൂസ് ചെയ്യാം. അതവിടെ വിസിബിൾ ആയിരിക്കും ഈ ഒരു മാസം മുഴുവനും. വളരെ സിമ്പിളായിട്ട് അതാത് ദിവസം നമ്മുടെ നോട്ടീസ് ബോർഡിലേക്ക് ഇൻഫർമേഷൻസ് ഇടാനായിട്ട് ഈ ഡിജിറ്റൽ നോട്ടീസ് ബോർഡ് പവേർഡ് ബൈ അവർ MyHRM മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ്ഫുള്ളാണ്.